ഹലോ കൂട്ടുകാരെ, ഇന്നേ ബ്രൊക്കോളിയും വൻപയറും മുട്ടയൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇതാണെങ്കിലേ ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് മാത്രം കഴിച്ചാലും മതി, അത്രയ്ക്കും ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. പിന്നെ അല്ലാതെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോഴിതേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓളെ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനേ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ഇട്ടിട്ടേ ഒരു 2 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ബ്രൊക്കോളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്യണമെന്ന് തന്നെ ഇല്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്താലും മതി. എന്നിട്ടേ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനെ ഈ ബ്രൊക്കോളിക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കൂടെ കുറച്ച്, അതായത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. ശരിക്കും പറഞ്ഞാലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാട്ടോ. ഇതിനകത്ത് നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് കഴിക്കാനേ. നല്ല ഹെൽത്തിയുമാണ്, ഈ ബ്രൊക്കോളിയൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടേ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെയും ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലൊക്കെ വിട്ട് ആണ് കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും ഈ മിക്സ് അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടേ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മുട്ട ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഉള്ളതെങ്കിൽ ഈ വെണ്ണ ഒഴിക്കുന്ന സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം. ഇനി ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടേ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഈ മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടൊന്ന് ചിക്കിയാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ചിക്കി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടേ ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത വൻപയറാട്ടോ ചേർക്കുന്നത്. ഈ വൻപയറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വൻപയറും ഈ മിക്സും എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടേ ഇനി നമുക്ക് തോരനകത്ത് മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യമില്ലേ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ തേങ്ങ ചേർക്കുമ്പോഴേ അതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം, വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടേ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞിടോ, വളരെ എളുപ്പം കഴിഞ്ഞില്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. എന്നിട്ടേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.